வெயிட் லாஸ்லாம் பண்றீங்கன்னா கண்ணை மூடிட்டு இந்த ரெசிபி சேவ் பண்ணிக்கோங்க. ஒரு சொட்டு எண்ணெய் கூட யூஸ் பண்ண போறதில்ல. കേരളയുടെ ഫൈബർ റിച്ചാണ് മട്ട അരിസി, കൂടെ പ്രോട്ടീൻ റിച്ച് പച്ച. അയ്യോ, നമ്മളെ ചെറുപയർ കഞ്ഞി ഹെൽത്തി ആണോ? അത് നമ്മളെ വെയിറ്റ് ലോസിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതുപോലുള്ള ഡെയിലി വെയിറ്റ് ലോസ് ടിപ്പിന് വേണ്ടി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. നമ്മൾ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 100 ഗ്രാം മട്ടേരി എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 350 കലോറി ഊർജ്ജം കിട്ടും. 5 തൊട്ട് 7 വരെ ഫൈബർ കിട്ടും അതിൻ്റെ അകത്ത്. അതുകൂടെ തന്നെ നമ്മൾ ചെറുപയർ ചേർക്കുന്ന സമയത്തും ചെറുപയറിൽ നിന്ന് നമുക്ക് 350 തൊട്ട് 370 കലോറി ഊർജ്ജം കിട്ടും. നമുക്ക് ചെറുപയറിൽ നിന്ന് ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടി കിട്ടുന്നത് പ്രോട്ടീൻ. 25 തൊട്ട് 28 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും. 7 ഗ്രാം ഫൈബർ കിട്ടും. നമ്മളൊരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം തേങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ 50 ഗ്രാം തേങ്ങയിൽ നിന്ന് നമുക്ക് 175 കലോറി ഊർജ്ജം കിട്ടും. 2 ഗ്രാം പ്രോട്ടീനും 2 ഗ്രാം ഫൈബറും കിട്ടും. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ വേറെ സ്പൈസസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്, ജീരകവും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്, കറിവേപ്പിലൊക്കെ ചേർക്കുന്നുണ്ട്. ഇത് ലോ കലോറിയാണ്, അതുകൂടാതെ തന്നെ ഹെൽത്തിന് വളരെ നല്ലതുമാണ്. അപ്പം എല്ലാ സാധനവും ഒരു 100 ഗ്രാം അരി, 100 ഗ്രാം ചെറുപയർ, ഒരു 50 ഗ്രാം തേങ്ങ അരച്ച ചമ്മന്തിയൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ടോട്ടലായിട്ട് ഒരു 900 തൊട്ട് 1000 കലോറി കിട്ടും. ഇത് നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രോട്ടീനും അത്യാവശ്യം ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസ് കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ തന്നെയാണ്. അത് നമ്മളെ കലോറി എത്ര വേണം, നമുക്ക് എത്ര കലോറി വേണം, എത്ര കലോറി വേണ്ട എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇതിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിക്കൊരു തോന്നൽ, ഇനി കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആക്കണം, എന്നും കുറച്ചും കൂടി എസെൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് ലഭ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചിക്കനോ മട്ടനോ ചേർക്കാവുന്നതാണ്. നമ്മൾ അൽസയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചിക്കനോ മട്ടനോ ഒക്കെ ചേർത്ത് നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റീപോസ്റ്റും കൂടി ചെയ്തേക്കും.